നാഷണൽ ഹൈവേ 766 കോഴിക്കോട് കൊല്ലകൽ ദേശീയപാത മലബാറിൻ്റെയും വിശിഷ്യ കോഴിക്കോടിൻ്റെയും വയനാടിൻ്റെയും ഹൃദയധമനിയാണ്. ഈ ദേശീയപാത വർഷങ്ങളായി വലിയ കുരുക്കിൽപ്പെട്ട് ഇപ്പോൾ അതിൻ്റെ പാരമ്യതയിലൂടെ ഈ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ട് മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഈ ഗതാഗതക്കുരുക്ക് സാമൂഹ്യ ജീവിതത്തെയും ചരക്ക് വാഹന ഗതാഗതത്തെയും വികസനത്തെയും വരെ വളരെ ഗുരുതരമായ രീതിയിൽ ബാധിക്കുന്ന സാഹചര്യത്തിലെത്തിയിരിക്കുന്നു. വയനാടിൻ്റെ എല്ലാ സാധ്യതകളെയും തകർക്കുന്ന രീതിയിലാണ് ഈ ഗതാഗതക്കുരുക്ക് ഇന്ന് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വയനാട് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. നിങ്ങളെല്ലാവരും വയനാട്ടിൽ നിരന്തരം സഞ്ചരിക്കുന്നവരും ഔദ്യോഗികമായും വ്യക്തിപരമായും പോകുന്നവരുമാണ്. വയനാടിന് എയർ കണക്ടിവിറ്റി വയനാടിനില്ല. വയനാടിന് സീ കണക്ടിവിറ്റി ഇല്ല. വയനാടിന് റെയിൽ കണക്ടിവിറ്റി ഇല്ല. വയനാടിനാകെയുള്ളത് റോഡ് ഗതാഗതം മാത്രമാണ്. നിർഭാഗ്യവശാൽ ഈ ഗതാഗതക്കുരുക്ക് ഇത്രയധികം അനുഭവിക്കുമ്പോഴും നിലവിലുള്ള താമരശ്ശേരി ചുരത്തിൻ്റെ കുരുക്കഴിക്കാനുള്ള നടപടികളിൽ സർക്കാരും ജില്ലാ ഭരണകൂടങ്ങളും കോഴിക്കോട് വയനാട് ഭരണകൂടങ്ങളും ഗുരുതരമായ പാളിച്ചയാണ് വരുത്തിയിട്ടുള്ളത്. അസംബ്ലിയിൽ, ജില്ലാതല യോഗങ്ങളിൽ, DDC മീറ്റിങ്ങുകളിൽ കത്തുമുഖേന നിരന്തരം ആവശ്യപ്പെട്ട ഘടകമാണ് ഈ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാൻ താൽക്കാലികമായ പരിഹാരങ്ങളും ശാശ്വതമായ പരിഹാരങ്ങളും ഉണ്ടാകണം എന്നുള്ളത് നിരന്തരം ആവശ്യപ്പെട്ട കാര്യമാണ്. കഴിഞ്ഞ ദിവസം ഈ കുരുക്കിൽ അകപ്പെട്ടതായിരിക്കുന്ന സ്ത്രീകളും കുട്ടികളും വൃദ്ധരും കുടിവെള്ളം പോലും കിട്ടാതെ പ്രയാസപ്പെടുന്നത് വളരെ വേദനയുണ്ടാക്കുന്ന അനുഭവമാണ്. ഒരു മണിക്കൂറോ 2 മണിക്കൂറോ അല്ല, വയനാടിൻ്റെ സാമൂഹ്യ ജീവിതത്തെയും വികസന സാധ്യതകളെയും മുഴുവൻ ഈ ചുരം ഗതാഗതം ഗുരുതരമായ രീതിയിൽ ബാധിച്ചിരിക്കുകയാണ്. 9ാം വളവിൻ്റെ മേലെ ഓണത്തിന് തൊട്ടു മുമ്പ് ഒരു പൊട്ടലുണ്ടായപ്പോൾ കോഴിക്കോട് കലക്ടർ അവിടെ സന്ദർശിക്കാൻ എടുത്ത സമയം 3ാമത്തെ ദിവസമാണ് കോഴിക്കോട് കലക്ടർ വന്നത്. നിങ്ങൾക്കറിയാം, കോഴിക്കോട് ജില്ലയ്ക്കാണ് വയനാട് ചുരത്തിൻ്റെ, താമരശ്ശേരി ചുരത്തിൻ്റെ നിയന്ത്രണം അവർക്കാണ്. കോഴിക്കോട് ജില്ലയ്ക്കാണ്. ഈ കുരുക്കഴിക്കാൻ പല മീറ്റിങ്ങുകളിലും തീരുമാനമെടുത്തു. ആരാണ് ഈ തീരുമാനം നടപ്പിലാക്കുന്നതിൽ തടസ്സം നിൽക്കുന്നത്? സർക്കാർ മറുപടി പറയണം. പതിനേഴ് 1/2023 വയനാട് കലക്ടറുടെ അധ്യക്ഷതയിൽ സുപ്രധാനമായിട്ടുള്ള യോഗ തീരുമാനങ്ങൾ എടുത്തു. അഡീഷണൽ ചീഫ് സെക്രട്ടറി തലത്തിൽ യോഗ തീരുമാനമെടുത്തു. അത് കഴിഞ്ഞ് മനുഷ്യാവകാശ കമ്മീഷൻ 2 തവണ ഈ വിഷയത്തിൽ ഇടപെട്ടു. 2 തവണ മനുഷ്യാവകാശ കമ്മീഷൻ കിട്ടിയ പരാതികളാണ് ഇതിൻ്റെ അടിസ്ഥാനം. ഇപ്പം അവസാനം ഈ കഴിഞ്ഞ ദിവസവും മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടു.
ഇവരെല്ലാം ഇടപെട്ടിട്ടും ആരാണ് എടുത്ത തീരുമാനങ്ങൾ അട്ടിമറിക്കാനും നടപ്പിലാക്കുന്നതിലും ആരാണ് തടസ്സം നിൽക്കുന്നത്? ഞങ്ങൾ ഒരു കാര്യം പറയുന്നു, ജില്ലാതല ഏകോപനത്തിലും ചുരം ഗതാഗത സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിലും കേരള സർക്കാരും ജില്ലാ ഭരണകൂടവും ഗുരുതരമായ അലംഭാവം കാണിക്കുകയും ജനങ്ങളോട് വെല്ലുവിളി ഉയർത്തുന്ന സമീപനമാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ സാധ്യമല്ല.